ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ മോമോസാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്യാനിത്. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാം. അതിന് വേണ്ടിക്ക് ഇതാ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുക. നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കുഴക്കാറില്ലേ, അതുപോലെ കുഴച്ചെടുക്കാം. ഇതാ സോഫ്റ്റായി കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കലാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഈ ഒരു ഉള്ളിയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 തണ്ട് മല്ലിയിലയും കൂടി എടുത്തിന്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. അതിനായി ഞാൻ 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിന്. ഇനി ഇതെല്ലാം ചെറിയ പീസായി കട്ടാക്കി എടുക്കലാണ്. ഇതിൽ എടുക്കുന്ന ചിക്കനേക്കാളും കുറവായിരിക്കണം നമ്മൾ എടുക്കുന്ന വെജീസ്. എന്നാലേ നമ്മുടെ മോമോസ് നല്ല ടേസ്റ്റായി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ക്രഷ് ചെയ്തെടുക്കുമ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷെ ഞാനിങ്ങനെയാണ് ആക്കുന്നത്. ഞാനിതാ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചാറിലിട്ടിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കുക. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ കത്തിയോട് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ആക്കുന്നത്. ഇനി ഈ ചിക്കനിലേക്ക് നേരത്തെ കട്ട് ചെയ്ത വെജീസ് എല്ലാം ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു മാഗി ക്യൂബിൽ നിന്ന് ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 ടീസ്പൂണ് ഒലീവ് ഓയിലും 1 ടീസ്പൂണ് മിൽമാഗിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സാക്കാം. ഉപ്പ് ഇടുമ്പം ചെക്ക് ചെയ്യണം, കാരണം നമ്മൾ മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ കൂടിപ്പോര്. അങ്ങനെ ഇതാ ഫില്ലിങ് റെഡി ആയതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് പരത്തിയെടുക്കലാണ്. അങ്ങനെ ഇതാ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതുപോലത്തെ ഒരു ചെറിയ പാത്രം കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടാക്കി തന്നെ പരത്തിയെടുക്കാം. പക്ഷേ ഇതാണ് കുറച്ചുകൂടി ഈസി. അങ്ങനെ ഇതാ ഫില്ലിങ് ഇതിനുള്ളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് റെഡിയാക്കി എടുക്കലാണ്. നമ്മൾ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് ഷേപ്പ് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല.
അങ്ങനെ ഇതാ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും 4 ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഫുള്ളാക്കി എടുക്കുക. അങ്ങനെ ഇതാ നമ്മൾ ഫുള്ളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമില്ലേ? നമ്മൾ ഈ മോമോസ് സ്റ്റീം ചെയ്തിട്ടും ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനായിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിക്ക് ആവിപ്പാത്രത്തിൽ മോമോസ് വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാവുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മോമോസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ മോമോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പറിപ്പുറമൊക്കെ മറിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും സ്റ്റീംഡ് മോമോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളി മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി റെസിപ്പിയാണ്. 2 ടൈപ്പും നല്ല ടേസ്റ്റ് ഉണ്ട്, സ്റ്റീം ചെയ്തതും ഫ്രൈ ചെയ്തതും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയ വീഡിയോസായിട്ട് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്.